എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ ചിക്കനോ മുട്ടയോ സോസുകളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ നല്ല കിഡിലും ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയൊരു റൈസാണ് കേട്ടോ. നമ്മൾ സോസുകളൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന ഒരു ഫ്രൈഡ് റൈസിനെക്കാട്ടിലും കിഡിലും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗാർലിക് റൈസാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ പെപ്പർ ഫ്രൈയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും നല്ല കിഡിലും കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഗാർലിക് റൈസ് ആയതുകൊണ്ട് തന്നെ വെളുത്തുള്ളിയാണ് കേട്ടോ നമുക്കിതിലേക്ക് കുറച്ച് ഏറെ തന്നെ വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു 1/3 കപ്പാണ്. ഏകദേശം ഒരു 35-40ഓളം ഇതുപോലെ ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ നാടൻ വെളുത്തുള്ളിയാണ്. ഞാൻ 250 ml കപ്പിൽ 1.5 കപ്പ് അളവിൽ റൈസാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് റൈസിന് 1/3 കപ്പ് അളവിൽ ഗാർലിക് കറക്റ്റ് അളവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളിനെ നമുക്ക് തീരെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞിട്ടെടുക്കണം. ഇതുപോലെ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ ബസ്മതി റൈസാണ് കേട്ടോ എടുക്കുന്നത്. ബസ്മതി റൈസ് എടുക്കുമ്പോൾ ഇതുപോലെ നല്ല ലോങ് ആയിട്ടുള്ള റൈസ് തന്നെ വേണം കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരിയെല്ലാം കുറച്ച് തവണ നല്ല പോലെ തന്നെ ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു 20 മിനിറ്റോളം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അരി വേവിക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ഏറെ തന്നെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളം ഇതുപോലെ നല്ല തിളച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു തക്കോലം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ളൊരു കറുവപ്പട്ടയും ഇതുപോലെ ഒരു 4 ഏലക്കായും ഇതൊരു 5 ഗ്രാമ്പുമാണ്. ഇതെല്ലാം കൂടി ഇനി നമുക്കൊരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ ചോറ് വേവിക്കുന്ന സമയത്ത് അറിയാമല്ലോ, ഈ ഒരു വെള്ളത്തിൽ കുറച്ച് ഉപ്പൊന്ന് മുന്നിട്ട് നിന്നാൽ മാത്രമേ ചോറ് വെന്ത് വരുന്ന സമയത്ത് ആ ഒരു ചോറ് നല്ല കറക്റ്റ് ആയിട്ടുള്ള ഉപ്പ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഈ വെള്ളം നല്ല പോലെ തന്നെ ഇതുപോലെ വെട്ടി തിളച്ച് വരുന്ന സമയത്താണ് നമ്മളൊരു 20 മിനിറ്റോളം കുതിരാൻ വെച്ചിരുന്ന അരിയെ 20 മിനിറ്റിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് തുറന്നിരിക്കുകയാണ്. ഈ ഒരു അരി നല്ല വെട്ടി തിളച്ച് കിടക്കുന്ന ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തേക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു അരി ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അരി നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ചോറ് ഇവിടെ നല്ല പോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്തങ്ങ് പോവരുത് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നാൽ ഒരു അരിപ്പയിലേക്ക് കൂറ്റി അതിൻ്റെ വെള്ളം കളഞ്ഞിട്ടെടുക്കുമോ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു അരിപ്പത്തവി കൊണ്ട് കോരി മറ്റൊരു അരിപ്പിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ചോറ് വെന്ത് ആ ഒരു വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. കൂടാതെ 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. സൺഫ്ലവർ ഓയിലിന് പകരം ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു നെയ്യും ഓയിലും എല്ലാം ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇത് നമ്മൾ ആദ്യമേ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഒരു വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി എല്ലാം തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കണം. വെളുത്തുള്ളി കരിഞ്ഞു പോവരുത്. ഇതുപോലെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു വെളുത്തുള്ളി ഇതിൽ കിടന്ന ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വരുന്നതിന് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് ഒരു കറക്റ്റ് പരുവത്തിന് തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണേ. ഒരുപാടങ്ങ് ഡാർക്കായി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ചോറിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വന്നാൽ മതി. ഇതുപോലെ ഈ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേക്കും ഇതിൽ നിന്നൊരു 2-3 ടീസ്പൂണോളം നമ്മളെടുത്തുനിന്ന് മാറ്റി വെക്കാം കേട്ടോ. ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 2-3 ടീസ്പൂണോളം ഇതുപോലെ ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതൊരു 3 പച്ചമുളക് തീരെ കനം കുറഞ്ഞൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. സവാള നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഒരു 2-3 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു 2 മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് തന്നെ ഒരു സവാള നമുക്കൊന്ന് വാടി കിട്ടും. ഇതുപോലെ സവാള ചെറിയതായിട്ടൊന്ന് വാടി വന്നാൽ തന്നെ ഇതിലേക്ക് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ബീൻസ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താണ്. അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തതും. ഇതൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ സ്പ്രിംഗ് ഓനിയൻ ആണ്. സ്പ്രിംഗ് ഓനിയൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവ 3 കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചോറ് വേവിക്കുന്ന സമയത്തും ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ചോറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഒരു മീഡിയം ടു ഹൈ
ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു വെജിറ്റബിൾസ് ഒക്കെ ഒരുപാടങ്ങ് വെന്ത് പോകരുത് കേട്ടോ. ഒരു 3/4 ഭാഗത്തോളം വെന്താൽ മതി. ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിന് തന്നെയാണ് കിടക്കേണ്ടത്. ഇതുപോലെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മൾ തീ ഒരുപാട് കുറച്ച് വെച്ച് കൊടുക്കേണ്ട. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഒരു 3/4 ഭാഗത്തോളം ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ ഒരു വെജിറ്റബിൾസ് ഒക്കെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിന് തന്നെ നമുക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചോറ് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ആദ്യമേ ഒരു വെളുത്തുള്ളി ഫ്രൈ ചെയ്തതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നതാണ്. ഒരു 2-3 ടീസ്പൂണോളം നമ്മളെടുത്ത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതും ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാണ് കേട്ടോ. നമ്മൾ ആദ്യം വെളുത്തുള്ളി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടില്ലേ, ഈ ഒരു കറക്റ്റ് പരുവത്തിന് കിട്ടുന്ന രീതിക്ക് വേണം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് ഈ ഒരു ചോറിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു ചെരുവയും കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീര് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വിനാഗിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ഗാർലിക് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു റൈസിൻ്റെ കൂടെ നിങ്ങൾക്ക് നോൺ വെജ് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ പെപ്പർ ഫ്രൈ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം വലിയ 3 ഉരുളക്കിഴങ്ങ് തന്നെ ഇതുപോലെ നീളത്തിൽ ഈ ഒരു വലുപ്പത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചട്ടിയിലേക്ക് ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉരുളക്കിഴങ്ങൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് നല്ല ചൂടുവെള്ളം തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 2-2.5 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി വെള്ളത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്തങ്ങ് ഉടഞ്ഞു പോകരുത് കേട്ടോ. നന്നായിട്ട് വേകണം. ഇതുപോലെ ഓരോന്നായിട്ട് കിടക്കുന്ന ഒരു രീതിക്ക് തന്നെ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് ഊറ്റി ആ ഒരു വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞിട്ടെടുക്കാം ഇതുപോലെ. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇത് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 4 വറ്റൽമുളകും ഇതൊരു 1/2 ടീസ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള മല്ലിയാണ്. ഇതെല്ലാം കൂടി നമുക്ക് ഈ ഒരു ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകാണ് കേട്ടോ. മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് തീ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്കൊരു 3-4 മിനിറ്റോളം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് നമ്മളൊന്ന് പൊടിച്ചിട്ടെടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിൻ്റെ ഒരു വെള്ളമെല്ലാം പോയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റോളം തന്നെ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് ചേർത്ത് നല്ല പോലെ തന്നെ ഇളക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു പൊടികളെല്ലാം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊരു ഫ്രൈ ആയിട്ടിരിക്കുന്ന ഒരു രീതിക്കാണ് വരേണ്ടത്. അപ്പോൾ ഇതിൽ കുറച്ചൊരു ഓയിലിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. ഇതിലൊരു കുറച്ചൊരു ഉപ്പിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഒരുപാട് ആദ്യമേ അങ്ങ് വെന്തങ്ങ് പോകരുത് കേട്ടോ. വെന്ത് പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ അങ്ങ് കുഴഞ്ഞങ്ങ് പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പൊടികളുടെ എല്ലാം ഒരു പച്ച ചൊവയൊക്കെ മാറി ഇത് കണ്ടില്ല ഇതുപോലെ ഈ ഒരു പരിവായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഈ ഒരു ഗാർലിക് റൈസ് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ വന്നിട്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ സെർവ് ചെയ്താൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിഞ്ഞ് നമുക്കിത് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ വന്നിട്ട് നമ്മൾ ഈ ഒരു ഗാർലിക് റൈസ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ ഒരു പൊട്ടറ്റോ പെപ്പർ ഫ്രൈയും നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ കൂടെ നോൺ വെജ് കറികൾ എന്തെങ്കിലും വേണമെങ്കിൽ അത് വേണമെങ്കിലും ഉണ്ടാക്കാനാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇതിൻ്റെ കൂടെ ഒരു പൊട്ടറ്റോ പെപ്പർ ഫ്രൈയും പിന്നെ ഒരു തൈരും കൊണ്ടുള്ള സാലഡും ഉണ്ടെങ്കിൽ
അത് തന്നെ ധാരാളമാണ്. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.